ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചിൽ വിത്ത് ഡിക്കു. പോയോ? അയല പൊരിച്ചതുണ്ട്. ഇതാരാ അപശ്രുതി പാടുന്നത്? കരിമീൻ വറുത്തതുണ്ട്. കുടംപുളി ഇട്ടു വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളി ഇട്ടു വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. തുമ്പപ്പൂ നിറമുള്ള ചെറുമടി ചോറുണ്ട്. ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുനനെ. വെണ്ടയ്ക്ക സാമ്പാറില് കൈപ്പയ്ക്ക ഉണ്ണാൻ വാ മച്ചുനനെ. ഉപ്പിലിട്ട മാങ്ങയുണ്ടോ, ഉണ്ണാൻ വന്നു മച്ചുനനെ. അതെ ഗൈസ്, 2 കൺട്രീസിലെ അതിമനോഹരമായ നമ്മുടെ ദിലീപും സുരാജ് വെഞ്ഞാറമ്മൂടും കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു സീൻ എത്ര പേർക്ക് അറിയാം? നമ്മുടെ അൽഗോൺക്വിൻ കോളേജിൻ്റെ ഈ പാർക്കിംഗ് ലോട്ടിൽ വെച്ചാണ് എടുത്ത ഗൈസ്. ഈ സെയിം ബാക്ക്ഗ്രൗണ്ടാണ്. ബാക്കിൽ കുറച്ച് VFX ഒക്കെ ഉണ്ട്, അങ്ങനെ കുറേ അടിപൊളി ബിൽഡിംഗ് ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതെ, തിരിച്ച് ഞാൻ കാനഡയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. തിരിച്ച് കാനഡയിലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ശരിക്കും ഇന്ത്യയിൽ നാട്ടിൽ പോയിരുന്നു ഗൈസ്. ഞാൻ കുറേ നാൾ വീഡിയോ ഇടാതിരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിനു മുമ്പ് എനിക്ക് എൻ്റെ കോളേജ് കഴിഞ്ഞല്ലോ, ഡിസംബറിൽ ക്ലാസ് കഴിഞ്ഞു, 4 months ബ്രേക്ക് ആയിരുന്നു. ഞാൻ ജോലിയും ഉറക്കവും നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു, അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് ചേട്ടൻ്റെ കല്യാണത്തിന് വേണ്ടി നാട്ടിൽ പോയി. ഏപ്രിലായിരുന്നു കല്യാണമൊക്കെ നാട്ടിൽ അടിച്ച് പൊളിച്ച് 1 മാസം. ഞാൻ യൂട്യൂബിൽ അപ്ഡേറ്റ്സ് ഒന്നും ഇട്ടിട്ടില്ല എന്നേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ മൊത്തം വീഡിയോസും ഫോട്ടോസും ഒക്കെ ആയിരുന്നു ഗൈസ്. അപ്പോൾ അതിന് ശേഷം ഞാൻ തിരിച്ചിപ്പോൾ മെയ്യിൽ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഏപ്രിൽ അവസാനമായപ്പോൾ എത്തി. മെയ്യിൽ ഞാൻ പിന്നെയും ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഗൈസ്. ഞാൻ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ജോയിൻ ചെയ്തു. അപ്പോൾ പിന്നെയും ഒരു 1 year പ്രോഗ്രാമാണ്. മെയ് ഇൻടേക്കാണ്. മെയ് തൊട്ട് ഡിസംബർ വരെ 8 months കോഴ്സ് പിന്നെയും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറേ നാൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കുറേ വീഡിയോ ഉണ്ട്. എന്ന് വെച്ചാൽ ഏട്ടൻ്റെ പ്രീ വെഡിങ് തൊട്ട് ഞാൻ ഓരോ സ്ഥലത്ത് പോയതും നാട്ടിൽ പോയതും പിന്നെ ഇവിടെ വന്നിട്ടുള്ള എടുത്തതും അങ്ങനെ കുറേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കിടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് പതുക്കെ ഓരോന്നായിട്ട് ഇടാം. അപ്പോൾ ഞാനിനി ഏതൊക്കെ സമയത്ത് ഏതൊക്കെ വീഡിയോ ഇടാമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ ഇൻകേസ് അങ്ങനെ നിങ്ങൾ ആലോചിക്കുകയായിരിക്കും, ഇവൻ ഒരു ദിവസം കാനഡയിൽ ഒരു ദിവസം ഇന്ത്യയിൽ വീഡിയോ ഒക്കെ ഇടുകയാണെന്ന് പറയുകയാണെങ്കിലും ആ ഒരു ടൈം ലൈൻ ശരിയാക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ പോലെ ഇടുന്നതേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇനിയും നമ്മൾ വീഡിയോസ് ഇടുന്നതെല്ലാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങാനാണ് എൻ്റെ ആഗ്രഹം. ഇങ്ങനെ ബ്രേക്കൊന്നും എടുക്കാതെ ഇനി നന്നായിട്ട് വീഡിയോ ഇടാനൊക്കെയാണ് ഗൈസ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതേപോലെ ഇനി നമ്മൾ പണ്ടത്തെ പോലെ ഫുൾ പവറായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഫുൾ അടിപൊളി വീഡിയോസ് ആയിട്ട് പിന്നെയും നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങളെ ചില്ലാക്കാനായിട്ട് ചില്ലിക്കും. വളരെ സന്തോഷകരമായി വളരെ അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ ഇട്ട് ഇതേപോലെ തന്നെ വീഡിയോ നമുക്ക് ചാനലിൽ ഒന്നും സെറ്റാക്കി എടുക്കാനാണ് ഗൈസ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ വിചാരിച്ച ചെറിയൊരു അപ്ഡേറ്റ് ആയിട്ട് വരാമെന്നല്ലേ. അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഇത്രയും നാളത്തെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ലാസ്റ്റ് വിൻ്ററിലെ വീഡിയോ ഇട്ടതിന് ശേഷം ഇപ്പോൾ സമ്മറായി. അപ്പോൾ അത്രയും മാസങ്ങൾ കഴിഞ്ഞു, ചൂടായി. ഇവിടെ അന്ന് ലാസ്റ്റ് വീഡിയോ ഇട്ട് ഫുൾ മഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ മാർച്ചിൽ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് നാട്ടിൽ പോയി ചേട്ടൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് അടിപൊളിയായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ചിവിടെ എത്തി. ഇപ്പം പ്രൊജക്ട് മാനേജ്മെൻറ്റ് കോഴ്സ് സ്റ്റാർട്ടായി ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. കോളേജിൽ തന്നെയാണ്, ക്യാമ്പസിൽ തന്നെയാണ് സെക്കൻഡ് കോഴ്സും സ്റ്റാർട്ട് ചെയ്തത്. ഇതുവരെ കോഴ്സ് കുഴപ്പമൊന്നുമില്ല, നല്ല കോഴ്സാണ്, അടിപൊളി കോഴ്സാണ്. എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റും കഴിഞ്ഞു, നന്നായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ പിന്നെയും കുറേ അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, എടുത്ത് വെക്കാനായിട്ട് പ്ലാനുണ്ട്. അപ്പോൾ നിങ്ങളും എങ്ങനത്തെ വീഡിയോകളാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ കാനഡയിൽ എന്താണ് കാണാൻ ഉദ്ദേശിക്കുന്നത്, ഓട്ട്വേയിൽ എന്താണ് നിങ്ങൾക്ക് കാണേണ്ടത്, നിങ്ങൾക്ക് എന്നിൽ നിന്ന് എന്താണ് കൂടുതൽ വേണ്ടതെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്താൽ അതെല്ലാം വരുന്നതായിരിക്കും ഗൈസ്. അതല്ലാതെയും കുറേ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒന്നുമില്ല, ഇത്രയും നാൾ ചില്ല് വിത്ത് ഡിക്കു വരുന്നത് ചില്ലിട്ട് വെച്ചിരിക്കുകയായിരുന്നു ചുമ്മാ. നമ്മൾ ഇനി ആ ചില്ല് പൊട്ടിച്ച് ഫുള്ള് ചില്ല് ചെയ്ത് ശരിക്കും ചിൽ വിത്ത് ഡിക്കു ചാനലാക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ അത്രയും ഉള്ളത്തെ വീഡിയോ നല്ല കാര്യം. ഇടയ്ക്കിടയ്ക്ക് പിന്നെ തണുത്ത മാടി വരുന്നുണ്ട്, മറ്റേ ഇടയ്ക്ക് പെട്ടെന്ന് മഴ പോകും, അങ്ങനെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഈ വീഡിയോ. പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ പറയുന്നതിൻ്റെ ഒരു ഇത്
ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഒന്നും വരാറില്ല. പക്ഷെ ഇനി ശരിക്കും വരാനായിട്ട് ഞാൻ നോക്കും ഗൈസ്. പൊളിക്കും നമ്മൾ. ഓക്കെ, അപ്പോൾ ശരി, അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ, ടേക്ക് കെയർ.